ബിഗ് ബോസിനുള്ളിലെ പ്രതിസന്ധികളുടെ തിരമാലകൾ ഒട്ടും തന്നെ അടങ്ങുന്നില്ല. എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ പിന്നെയും വീട്ടിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പവർ ടീം എന്ന പേരിൽ ഒരു ടീം അധികാരത്തിൽ വന്നതു മുതൽ ഈ സമയം വരെയുള്ള അവരുടെ പ്രകടനത്തിൽ ആ വീട്ടിലുള്ള സഹമത്സരാർത്ഥികളും പ്രത്യേകിച്ച് ബിഗ് ബോസും ഒട്ടും തന്നെ തൃപ്തരല്ല. അതുകൊണ്ട് തന്നെ പവർ ടീമിനെതിരായി ആക്ഷേപഹാസ്യമടങ്ങുന്ന പരിപാടികൾ അവതരിപ്പിക്കുവാൻ മറ്റ് 3 ഗ്രൂപ്പുകളോടും ബിഗ് ബോസ് ആവശ്യപ്പെട്ടതനുസരിച്ച് അല്പം മുമ്പ് ലൈവിൽ ആ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ 1ാം സ്ഥാനം നേടിയത് സിജോയുടെ ഗ്രൂപ്പാണ്. അവർ ചെയ്തത് വരാൻ പോകുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുക, പ്രത്യേകിച്ച് പവർ ടീം അംഗങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ മനോഹരമായ ഒരു സ്കിറ്റ് രൂപേണ അവർ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ജാൻമണിയായി വേഷമിട്ട ശരണ്യയും ലാലേട്ടനായി വേഷമിട്ട സിജോയും യമുനയുടെയും ശ്രീരേഖയുടെയും വേഷമിട്ട ശ്രീതുവും നോറയും ഗബ്രിയായി അവതരിച്ച സുരേഷും എല്ലാവരും തകർത്തഭിനയിച്ചു. അതുകൊണ്ട് തന്നെ 1ാം സ്ഥാനത്തിന് അവർ അർഹരായിരുന്നു, അതവർക്ക് ലഭിക്കുകയും ചെയ്തു. 2ാം സ്ഥാനത്തിന് അർഹരായി മാറിയത് ജിൻഡോയുടെ ടീമായിരുന്നു, ടണൽ ടീം. ജിൻഡോ, നിഷാന, റസ്മിൻ ബായ്. 1 മിനിറ്റ് മാത്രമേ പരിപാടി നടന്നുള്ളൂവെങ്കിലും അത് വളരെ ഗംഭീരമായിരുന്നു. അതുകൊണ്ട് തന്നെ 2ാം സ്ഥാനത്തേക്ക് എത്തി. എന്നാൽ റോക്കിയുടെ ടീം 3ാം സ്ഥാനത്തേക്ക് തള്ളിപ്പോയി. പവർ ടീം അംഗങ്ങൾ തന്നെയാണ് മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചത്. 3ാം സ്ഥാനത്തേക്ക് റോക്കിയാണ് വന്നത് എന്ന് കേട്ടപ്പോൾ തന്നെ റോക്കി പൊട്ടിത്തെറിച്ചു. പവർ ടീം പാർഷ്യാലിറ്റിയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റോക്കി ശബ്ദമുയർത്തി. അവിടെ പിന്നെയും ബഹളമുണ്ടാവുകയാണ്. സത്യത്തിൽ ഇത് സംഭവിക്കാൻ കാരണം റോക്കിയും ടീമും ചെയ്തത് എന്താണ് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ആർക്കും മനസ്സിലായില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. എനിക്ക് ആ ഷോ കണ്ടിട്ട് ഒന്നും തന്നെ പിടികിട്ടിയില്ല അവരെന്താണ് കാണിക്കുന്നതെന്ന്. പവർ ടീമിന്റെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നതെന്ന് ശരിക്കും പവർ ടീമിന് മനസ്സിലായില്ല. അതവർ തുറന്നു പറയുകയും ചെയ്തു. സിജോയുടെയും ജിൻഡോയുടെയും ടീമുകളുടെ പ്രത്യേകത, അവർ ശരിക്കും വേഷപ്പകർച്ചയാടുകയായിരുന്നു. ഓരോ വ്യക്തികളുടെയും റോൾ അവരവരുടെ പേരിൽ തന്നെയാണ് അവർ അവതരിപ്പിച്ചത്. എന്നാൽ റോക്കിയും ടീമും ആരുടെയും പേരെടുത്ത് പറയാതെ ആ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. എങ്കിലും അവരുടെ ആശയം ആർക്കും മനസ്സിലായില്ല. ഒടുവിൽ വിധി പ്രഖ്യാപിച്ച പവർ ടീമിനെതിരെ പൊട്ടിത്തെറിക്കുമ്പോൾ റോക്കി വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്: ഇവിടുത്തെ അന്തരീക്ഷം ഇത്രയും മോശമായിരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാമായിരുന്നു ഓരോന്നും വലിച്ചു കീറാനെന്ന്. ജിൻഡോയുടെ ടീം നടത്തിയ പ്രകടനത്തിൽ റസ്മിൻ ബായിയും ജിൻഡോയും കൂടി വളരെ വ്യക്തമായി ജാസ്മിനെയും ഗബ്രിയെയും അനുകരിച്ചു. അവരിരുവരും പോയി സോഫയിൽ മാറിയിരുന്നു കൊണ്ട് സംസാരിക്കുന്നതൊക്കെ അവതരിപ്പിച്ചു. സത്യത്തിൽ നിറകണ്ണുകളോടുകൂടിയായിരുന്നു ജാസ്മിനും ഗബ്രിയും ഒക്കെ അത് നോക്കിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവർ പൊട്ടിത്തെറിച്ചു. സത്യത്തിൽ ജാസ്മിനും ഗബ്രിയും ശരിക്കും തകർന്നിരിക്കുകയാണ്. ഹൃദയം തകരുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇന്ന് അവിടെ പല കാര്യങ്ങളും സംഭവിച്ചത്. ജാസ്മിൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയാം, അറ്റ്ലീസ്റ്റ് ഈ വെള്ളിയാഴ്ച വരെയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടൂ. ഒരാൾക്കെതിരെയും ഞാൻ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വരില്ല, പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് അലറിക്കരയുന്ന ജാസ്മിനെ കാണുന്നു. ഒരു ഭാഗത്ത് ഗബ്രി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി മൗനമായിരിക്കുന്നു. ഇതിനിടയിൽ പ്രോഗ്രാം അവതരിപ്പിച്ച ടീമുകൾ തമ്മിൽ പ്രശ്നത്തിലേക്ക് എത്തുന്നു. കാരണം അവർ പറയുന്നത്, പ്രത്യേകിച്ച് മുടിയൻ റോക്കിയുടെ പുറകിന് നടന്ന് പറയുന്നൊരു കാര്യമുണ്ട്, മാനുഷിക പരിഗണന എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് തെറ്റായിപ്പോയി നിങ്ങൾ പറഞ്ഞത്. പ്രത്യേകിച്ച് അവൾ അത്രമാത്രം തകർന്നിരിക്കുകയാണ്. ഇവിടുത്തെ അന്തരീക്ഷം തന്നെ ആകെപ്പാടെ മോശമായിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ റോക്കി പറയുന്നു, എനിക്ക് മാനുഷിക പരിഗണന ഇല്ലടാ, മനുഷ്യത്വം എന്ന് പറയുന്നൊരു സംഭവം എനിക്കില്ല. എന്നെ ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ ഞാൻ പോകാൻ റെഡിയായിട്ട് നിൽക്കുക, എനിക്ക് മനുഷ്യത്വമൊന്നുമില്ല. സിജോ പറയുന്നു, റോക്കി പറഞ്ഞ ആ വാക്കുകൾ റോക്കി മിണ്ടാതിരുന്നിരുന്നുവെങ്കിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷേ റോക്കി പറഞ്ഞു, ഇവിടുത്തെ അന്തരീക്ഷം ഇങ്ങനെ ആയതുകൊണ്ടാണ്, ഇല്ലായിരുന്നുവെങ്കിൽ എനിക്കറിയാമായിരുന്നു സകലത്തെയും വലിച്ചു കീറുവാനെന്ന്. വാസ്തവത്തിൽ ആ ഒരു സംസാരമാണ്, ആ ഒരു വാക്കാണ് അവരുടെ ഹൃദയത്തെ വീണ്ടും പൊള്ളിച്ചു കളഞ്ഞത്. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ബിഗ് ബോസ് കൊണ്ടുവന്ന ആ ഒരു ഗെയിമിനോട് അങ്ങേയറ്റം നീതി പുലർത്തിയേ മതിയാവുകയുള്ളൂ. പവർ ടീമിൽ ഉൾപ്പെട്ട 2 വ്യക്തികളാണ് ഗബ്രിയും ജാസ്മിനും. അതുകൊണ്ട് തന്നെ പവർ ടീമിനെതിരെ ആക്ഷേപഹാസ്യം അവതരിപ്പിക്കുമ്പോൾ അവരെ വിട്ടുകളയാൻ പറ്റില്ല. അവരെ ആക്രമിക്കുവാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതവരുടെ ഹൃദയത്തെ കൂടുതൽ തകർക്കുകയും കലുഷിതമാക്കുകയും ചെയ്യും. എങ്കിലും അതിന്റെ ലിമിറ്റിനകത്ത് നിന്നുകൊണ്ടാണ് സിജോയും ടീമും ആ കാര്യം അവതരിപ്പിച്ചത്. എന്നാൽ ജിൻഡോയും റസ്മിൻ ബായും നിഷാനയും ചേർന്നിട്ട് ജാസ്മിനെയും ഗബ്രിയെയും കൃത്യമായി പേരെടുത്ത് പറഞ്ഞ് അവരുടെ സോഫയിലിരിപ്പും അവരുടെ സംസാരങ്ങളുമൊക്കെ അതുപോലെ ആക്ട് ചെയ്ത് കാണിച്ചു. അതും അവരുടെ ഹൃദയത്തെ വേദനിപ്പിച്ചു. പക്ഷേ പരിപാടിയെല്ലാം അവതരിപ്പിച്ച് തീർന്നതിന് ശേഷം റസ്മിൻ പോയിട്ട് ഗബ്രിയെ കെട്ടിപ്പിടിക്കുകയും സോറി പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്തും ഗബ്രി മൗനമായി എല്ലാം കേട്ടുകൊണ്ടിരുന്നു. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷങ്ങളിൽ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ജാസ്മിന്റെയും ഗബ്രിയുടെയും ഹൃദയം അത്രമാത്രം സമ്മർദ്ദം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയുവാൻ നമുക്കും കാത്തിരിക്കാം.